ഹായ് ഫ്രണ്ട്സ്, ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഒരു ലാപ്ടോപ്പോ ഫോണോ കയ്യിലുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഓൺലൈനിലൂടെ കാശുണ്ടാക്കാം. ഈ വീഡിയോയിൽ ഓൺലൈനിലൂടെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ 5 വഴികളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന പല വെബ്സൈറ്റിലൂടെയും $100 മുകളിൽ വരെ ക്യാഷ് ഉണ്ടാക്കാൻ കഴിയും. ഇത് തീർച്ചയായും നിങ്ങളുടെ മറ്റ് ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയി വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ജോലികളാണിതെല്ലാം. സോ ഇൻ്റർനെറ്റിൽ നമുക്ക് 2 തരത്തിൽ ക്യാഷ് കിട്ടും. ഒന്ന് ആക്റ്റീവ് ഇൻകം, പിന്നെ ഒന്ന് പാസീവ്. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജോലി പോലെയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് മാത്രമേ ക്യാഷ് കിട്ടുകയുള്ളൂ. നമ്മൾ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടില്ല. അതാണ് ആക്റ്റീവ് ഇൻകം. നമ്മുടെ സാധാരണ ജോലി പോലെ തന്നെ ഉള്ള ആ സെയിം പ്രോസസ്സിനാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടായിരിക്കും അതിന് ക്യാഷ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു ബുക്ക് എഴുതുന്ന ആളാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒരു ബുക്ക് എഴുതുന്ന അത്രയും സമയം വലിയൊരു ഹാർഡ് വർക്കാണ്. നമ്മൾ കുറേ റിസർച്ചൊക്കെ നടത്തി പല റെഫറൻസുകളും എല്ലാം എടുത്ത് നമ്മളൊരു ബുക്ക് എഴുതുന്നു. അങ്ങനെ ആ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിയും. അപ്പോൾ നമ്മൾ ബുക്ക് എഴുതുന്ന ആ പ്രോസസ്സ് മുഴുവൻ നമ്മൾ ജോലി ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി അവിടെ തീരുകയാണ്. അതിനുശേഷം ഈ ബുക്ക് ആളുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇൻകം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ഈ ബുക്കിന് ബേസ്ഡ് ആയിട്ടൊരു സെയിൽ നടന്നാൽ നമുക്കൊരു ഇൻകം കിട്ടും. അതാണ് പാസീവ് ഇൻകം. അതായത് നമ്മൾ ഒരു വട്ടം ഒരു ജോലി ചെയ്തതിന് ശേഷം പിന്നീട് അതിൻ്റെ ക്യാഷ് വന്നുകൊണ്ടിരിക്കുന്നതിനാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന പല വെബ്സൈറ്റുകളിലും ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും ഉണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്പർ 1, upwork.com. ഇത് ഒരു ഫ്രീലാൻസ് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള വെബ്സൈറ്റാണ്. അതായത് ഒരു ആക്റ്റീവ് ഇൻകം സോഴ്സാണ്. പല ബിസിനസ്സുകാരും അവരുടെ ചില ടാസ്കുകൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടാവും. സോ അങ്ങനെയുള്ള ബിസിനസ്സുകാർ ആ ടാസ്ക് ഈ സൈറ്റിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കില്ലിനനുസരിച്ചുള്ളൊരു ടാസ്ക് ആണെങ്കിൽ നമുക്ക് ചെയ്യാനായി അപ്ലൈ ചെയ്യാം. അങ്ങനെ ടാസ്ക് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കില്ല് ഏതാണോ, ഇപ്പോൾ വെബ് ഡിസൈനറാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ് ആർട്ടിക്കിൾ റൈറ്ററാണോ, എഡിറ്ററാണോ, എന്താണ് നമ്മുടെ സ്കില്ലെങ്കിൽ നമ്മൾ ഇതിൽ പോയി തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു ടാസ്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്തിട്ട് നമുക്ക് ആ ടാസ്ക് ചെയ്ത് കൊടുക്കുകയും നമുക്ക് കുറച്ച് അതിനനുസരിച്ചുള്ള ക്യാഷ് കിട്ടുകയും ചെയ്യും. ഇതിലൊരു ടിപ്പുണ്ട്. നിങ്ങൾ ഇതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല നീറ്റായി നല്ലൊരു പ്രൊഫഷണൽ ലുക്കിംഗ് പ്രൊഫൈൽസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, സ്കിൽസ് അതൊക്കെ ആഡ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും ബിസിനസ്സുകാർക്ക് ഇത് കാണുമ്പോൾ വളരെ ഒരു അട്രാക്റ്റീവ്നെസ് തോന്നുകയും നിങ്ങൾക്ക് ചിലപ്പോൾ ടാസ്കിന് കുറച്ച് കൂടുതൽ ക്യാഷ് ഓഫർ ചെയ്യാനും കഴിയും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ കുറച്ച് ക്യാഷ് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തെ വെബ്സൈറ്റാണ് Amazon.com. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു വെബ്സൈറ്റാണ് Amazon.com. പക്ഷേ അതിലൂടെ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഒരു കാലത്ത് ജെഫ് ബെസോസ് എന്ന് പറയുന്ന ഒരു യുവാവ് ബുക്കുകൾ വിൽക്കാൻ തുടങ്ങിയ ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ Amazon.com. ഇപ്പോൾ ലോകത്തുള്ള എന്ത് സാധനവും നമുക്ക് Amazon.comലൂടെ വാങ്ങാൻ കഴിയും. പക്ഷേ ആമസോൺ ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ് മാത്രമല്ല, അതിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനും കഴിയും. ശരിക്കും ആമസോണിലൂടെ ഒരുപാട് വഴികളുണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ. പക്ഷേ അതിലൊരു 3 എണ്ണം ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഒന്ന് ആമസോൺ MTurk, അല്ലെങ്കിൽ ആമസോൺ മെക്കാനിക്കൽ ടർക്ക് എന്ന് പറയും. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ട upwork.com പോലെ തന്നെയുള്ളൊരു വെബ്സൈറ്റാണ്. അതായത് പല ആളുകൾക്കും എന്തെങ്കിലും ടാസ്ക് ഔട്ട്സോഴ്സ് ചെയ്യണമെങ്കിൽ അവർ ആ ടാസ്ക് ആമസോൺ MTurkൽ വന്ന് പോസ്റ്റ് ചെയ്യുകയും നമുക്ക് ആ ടാസ്ക് ചെയ്യാനായി നമുക്ക് അപ്ലൈ ചെയ്യുകയും അതിലൂടെ കുറച്ച് ക്യാഷ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. മണിക്കൂറിന് $20 മുതൽ $30 വരെയുള്ള ടാസ്കുകൾ നമുക്ക് ആമസോൺ MTurkൽ കാണാൻ കഴിയും. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ആമസോൺ കിൻഡിൽ യൂസ് ചെയ്തുകൊണ്ടുള്ള പബ്ലിഷിംഗ് ആണ്. ഇത് ആക്ച്വലി ഒരു പാസീവ് ഇൻകം മെത്തേഡാണ്. അതായത് നിങ്ങളൊരു പുസ്തകം ഓൺലൈനിൽ എഴുതിയതിന് ശേഷം ആമസോൺ കിൻഡിലൂടെ അത് നമുക്ക് സെല് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നിങ്ങളൊരു പുസ്തകം ഓൺലൈനിലൂടെ എഴുതി ആമസോൺ കിൻഡിൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ബുക്ക് വിൽക്കാൻ കഴിയും. അപ്പോൾ ഈ ബുക്ക് ആരെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു 50% ആമസോണിനും ബാക്കി പകുതി ബുക്ക് എഴുതിയ ആൾക്കും കിട്ടും. മൂന്നാമത്തേത് ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം. നമ്മൾ ആകെ ചെയ്യേണ്ടത് ആമസോൺ അസോസിയേറ്റ്സിൽ പോയിട്ട് ഫ്രീ ആയിട്ടൊരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആമസോണിലുള്ള ഏതൊരു പ്രോഡക്റ്റും സെല് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ലിങ്ക് കിട്ടും. അപ്പോൾ ഈ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു കമ്മീഷൻ കിട്ടും. അതാണ് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്പർ 3, clickbank.com. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെബ്സൈറ്റുകളിലെ ഒരു രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ബാങ്കിനെ വിശേഷിപ്പിക്കാം. ക്ലിക്ക് ബാങ്കിലൂടെയുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. എനിക്ക് തോന്നുന്നു ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു കമ്മീഷൻ കൊടുക്കുന്ന ഒരു വെബ്സൈറ്റാണ് clickbank.com. അതിൽ ചില ഇ-ബുക്സ് ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 75% വരെ കമ്മീഷൻ ലഭിക്കും. സോ നിങ്ങൾക്ക് വളരെ പ്രോപ്പറായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഒരു സെയിൽ നടത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഇൻകം അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ ലഭിക്കുന്നതാണ്. അടുത്ത നമ്പർ 4, flipkart.com.
ഈ ഓൺലൈൻ ബിസിനസ്സുകൾ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Flipkart.com. അതിൽ മെയിൻലി ഓപ്ഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റുകൾ, ഫേസ്ബുക്ക് പേജുകൾ, ഡൊമൈനുകൾ, ഹോസ്റ്റിങ്ങുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഓപ്ഷനിലൂടെ വാങ്ങാനും വിൽക്കാനും കഴിയുന്നൊരു വെബ്സൈറ്റാണ് Flipkart.com. ഇത് കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. Flipkart.com ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പോലെയാണ്. അതായത് നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നല്ലൊരു വെബ്സൈറ്റും അല്ലെങ്കിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് വാങ്ങാനും പിന്നീട് അത് കുറച്ച് അതിനകത്ത് ട്രാഫിക്കൊക്കെ വരുത്തിയിട്ട് നമുക്ക് വിൽക്കാനൊക്കെ കഴിയും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക Flipkart.com. അഞ്ചാമത്തെ ഒരു ഓൺലൈനിൽ കാശുണ്ടാക്കാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ് Fiverr.com. നിങ്ങൾ ഇതിന് മുന്നേ ഈ വെബ്സൈറ്റ് കേട്ടിട്ടുണ്ടാവാം. ഇതും ഒരു ആക്റ്റീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീലാൻസ് വെബ്സൈറ്റാണ്. ഇതിൽ ആക്ച്വലി നമ്മുടെ സ്കിൽ എന്താണോ അതിനനുസരിച്ചുള്ള ടാസ്ക് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഓഫേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ കഥ എഴുതാൻ അറിയാം. അപ്പോൾ പറയാം ഐ വിൽ റൈറ്റ് സ്റ്റോറീസ് ഫോർ യു എന്ന് പറഞ്ഞ് നമുക്കൊരു ടാസ്ക് ഇടാം. അപ്പോൾ കഥ എഴുത്തുകാരെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് നമ്മളെ പിക്ക് ചെയ്യാം. നമ്മുടെ സ്കില്ല് ഏതാണോ അതാണ് നമ്മൾ ആ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ടാസ്ക് ചെയ്യാൻ ആവശ്യമുള്ള ആളുകൾ നമ്മളെ പിക്ക് ചെയ്തിട്ട് ആ ടാസ്കിനായിട്ട് നമുക്കൊരു നിശ്ചിത തുക, ഒരു ഇൻകം നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഫൈവറിൻ്റെ സിസ്റ്റം. അതിൽ $5 മുതൽ $1000-2000 വരെയുള്ള ടാസ്കുകൾ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിവ് സമയങ്ങളിൽ കാശുണ്ടാക്കാൻ പറ്റിയ 5 മെത്തേഡുകളാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ വെബ്സൈറ്റിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ ലെജിറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ വെബ്സൈറ്റുകളും. അതുപോലെ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടൊരു മെസ്സേജ് അയക്കാം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.